ഞാനിപ്പോൾ ഉള്ളത് അബഹയിലെ റിജാൻ അൽമ എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് സൈറ്റിലാണ്. അബഹയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സൈറ്റാണ് ഈ റിജാൻ അൽമ എന്ന് പറയുന്നത്. വളരെ പുരാതനമായ കുറേ ട്രഡീഷണൽ വില്ലേജുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ വരുവാണെങ്കിൽ പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ കൾച്ചറലായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും ഇതിന് കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അസീർ പ്രവിശ്യയിലുള്ള റിജാൽ അൽമ, അതായത് അബഹയിൽ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ മാറിയിട്ടുള്ള റിജാൽ അൽമയിലാണ്. ഇത് ഏകദേശം ഒരു 700 വർഷത്തോളം പഴക്കമുള്ള മനോഹരമായ ഒരു കോട്ടേജാണ്. വിവിധ നിലകളിലായിട്ട് 8 നിലകൾ വരെയുള്ള പിന്നെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഏരിയ മുഴുവനും ഏകദേശം ഈ ഒരു അസീർ പ്രവിശ്യയിലെ ഈ റിജാൽ അൽമ എന്ന് പറയുന്ന ഈ ഭാഗത്ത് മുഴുവനും നമുക്ക് ഇതേപോലെയുള്ള കോട്ടേജുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ശരിക്കും ജനങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നല്ല ബ്ലോക്ക് ആയതിന് ശേഷം നമ്മുടെ കൂടെ വന്ന 2 പേര് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും സദക്കും മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് വരും. നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു 20 റിയാലിൻ്റെ ഒരു ടിക്കറ്റ് നമ്മൾ എൻട്രിയിൽ എടുത്തിരുന്നു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്. നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇനോഗ്രേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, മീൻസ് ഒരു റിനോവേഷനൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2017-18 കാലങ്ങളിലൊക്കെ നല്ലതായിട്ട് റിനോവേറ്റൊക്കെ ചെയ്തതാണ്. എന്നാൽ ഇതിനകത്ത് സിമൻറ്റ് തൊടാതെ ഉണ്ടാക്കിയിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. കല്ലും അതേപോലെയുള്ള പിന്നെ മണ്ണുമൊക്കെ കുഴച്ചിട്ടുണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും അതൊരു തിരക്ക് കാര്യമാക്കുന്നില്ല. നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. ഈ കല്ലുകളൊക്കെ ഇതുപോലെ തന്നെ കല്ലുകൾ പാകി അതിനകത്ത് സിമെൻ്റല്ല മണൽ തേച്ച് ഉറപ്പിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും യുനെസ്കോയുടെ തന്നെ ഹെറിറ്റേജ് സൈറ്റിലുള്ള ഒരു സ്ഥലമാണ് ഈ അസീർ പ്രവിശ്യയിലുള്ള, അതായത് അബഹയിൽ തന്നെയുള്ള ഈ കാണുന്ന റിജാൽ അൽമ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് പിന്നെ പഴയ കുറച്ച് വസ്തുക്കൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വാദിൽ അജ്ബിൽ കണ്ട മാതിരി തന്നെ ഇവിടെ കുറച്ച് ട്രഡീഷണലായിട്ടുള്ള ആളുകളുടെ നൃത്തവും പാട്ടുമൊക്കെ പിന്നെ കാണാൻ സാധിക്കും. ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നത് കൊണ്ടാവാം അവരുടേതായ ഒരു പിന്നെ ഒരു സീൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് നല്ല ആളുണ്ട്. കാണാൻ തന്നെ ഒരുപാട് റഷാണ്. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ റിജാൽ അൽമയുടെ മുകളിലേക്ക് നമ്മൾ കയറി. അതേപോലെ ഓരോ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്കും ഇതേപോലെയുള്ള ഇടനാഴികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പനയുടെ തടികളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ പാലം പോലെയൊക്കെ നമുക്ക് മുകളിലുണ്ട്. അതേപോലെ ഈ കല്ല് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ 700 വർഷത്തോളം പഴക്കമുണ്ടെങ്കിലും അതിന് ഇടയ്ക്ക് ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടത്തി അത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാഷാ അല്ലാഹ്, മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് നമുക്കിതാ ഇവിടെ ഈ റിജാൽ അൽമയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിലും മാത്രമല്ല ഈ ലൈറ്റിങ് ഒരു രക്ഷയില്ലാത്ത ലൈറ്റിങ്ങാണ്. വാം ലൈറ്റ്, അതേപോലെ ഇങ്ങനെ LED വെച്ചിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഇതിലാണുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും, പക്ഷേ അവരിപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് റിജാൽ അൽമയുടെ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഈ റിജാൽ അൽമയുടെ പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് നമുക്കൊരു മ്യൂസിയം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിച്ചതെന്നൊക്കെ എഴുതിയേക്കുന്ന ഒരു ഫോട്ടോ ആണ് അത് അവിടെ ഉള്ളത്. അതിൻ്റെ മുകളിലേക്ക് കയറിയെങ്കിലാണ് നമുക്ക് ആ മ്യൂസിയത്തിലേക്ക് എത്താൻ സാധിക്കുക. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലാണുള്ളത്. അതിനകത്ത് കുറച്ച് പഴയ പിന്നെ ഈ റിജാൽ അൽമയിൽ കാലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന കുറേ വസ്തുവകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പഴയ കാലത്ത് ഉപയോഗിച്ച ചെമ്പ് പാത്രങ്ങൾ, അതേപോലെ ഇത് ഉണ്ടാക്കിയ കല്ലിൻ്റെ ഷേപ്പ്, അതേപോലെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തോക്കുകൾ, അതേപോലെ പിന്നെ എന്താണത് കത്തിയാണ്. നമ്മൾ ആ വാദിൽ അജ്ബിലെ കണ്ടപ്പോൾ അവരുടെ അരയിൽ വെച്ചിരുന്ന ഒരു അതുപോലത്തെയുള്ള പിന്നെ കത്തി, തോക്ക്, ഇത്തരത്തിലുള്ള കുറേ വസ്തുവകകൾ, അതായത് ആ പഴയ കാലഘട്ടത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന കുന്തങ്ങൾ. ഇവിടെ ഉണ്ട് എന്തൊക്കെയോ ഒരു പെട്ടിയുണ്ട്, പണപ്പെട്ടിയാണത്. അപ്പം ഇത്തരത്തിലുള്ള കുറേ വസ്തുവകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇത് ഇപ്പോൾ ഈ ഒരു മ്യൂസിയം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മ്യൂസിയം ഈ റിജാൽ അൽമയിലെ ഒരു പാലസ് പോലത്തേക്കുള്ള ഒരു മ്യൂസിയമാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും, വെടിയുണ്ടയാണ് അത് കാണുന്നത്. കാലഘട്ടത്തിലും ഇതുപോലെ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്താ പറയുക, നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിജാൽ അൽമ എന്ന് പറയുന്നത് ഈ യമനിൻ്റെയൊക്കെ അടുത്തായിട്ട്, അതായത് യമനിൽ നിന്ന് ഉംറ ഹജ്ജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ വരുമ്പോൾ അവർക്ക് പോകാനുള്ളൊരു പാസേജൊക്കെ ആയിരുന്നത്. അപ്പം യമനിൽ നിന്നുള്ള ആളുകൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇവിടെ പല ആളുകൾക്കും യമൻ പൗരത്വം കൊടുത്ത് സൗദികളായിട്ട് തന്നെ, കാരണം പണ്ട് യമൻ്റെ ഭാഗമൊക്കെ ആയിരുന്ന പ്രദേശമൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അതിനുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ടത് ഇതൊരു ജയിൽ സംവിധാനമാണ്. ജയിലിലായിട്ട് ഉപയോഗിച്ചിരുന്ന കാണുന്നുണ്ട് നമുക്കിവിടുന്ന്. പിന്നെ വിലങ്ങുകൾ, അതേപോലെ കൈ കെട്ടിവെക്കാനുള്ള തടിക്കുള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതുപോലത്തേക്കുള്ളത്. അതുപോലെ ഇടനാഴികൾ, ഈ ജനലിൻ്റെ ചെറിയ ജനലഴികളുണ്ട്, ബോക്സ് ടൈപ്പിലുള്ള. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് മനോഹരമായ കാഴ്ചകൾ പുറത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 നില കയറിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിയത്. ഇവിടുന്ന് നമുക്ക് മനോഹരമായ കിടിലനൊരു വ്യൂ, ഒരു ഈവനിങ് വൈബ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു 3-4 മണിക്ക് വരുവാണെങ്കിൽ 2 വൈബ് നമുക്ക് ആസ്വദിക്കാം. അതിലൊന്ന് ഇതിൻ്റെ ഒരു ഈവനിങ് ലൈറ്റോട് കൂടിയ, കണ്ടില്ലേ, ഈ ചെറിയ സ്പോട്ട് ലൈറ്റോട് കൂടിയ ഒരു വാം ലൈറ്റിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ അതിൻ്റെ ആ പകൽ വ്യൂവും കിട്ടും. അങ്ങനെ ആ ഒരു സമയം നല്ലൊരു ടൈമാണ്. ഇപ്പോൾ ഏകദേശം സമയം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയാണ് ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. മനോഹരമായ റിജാൽ അൽമയുടെ ആ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റിജാൽ അൽമയുടെ പിന്നെ നല്ല വിസിബിളായിട്ടുള്ളൊരു കാഴ്ചകൾ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ വരേണ്ടത്. പ്രധാനമായിട്ടും ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തുവാണെങ്കിൽ മനോഹരമായ ഈ ഒരു റിജാൽ അൽമയുടെ ഒരു കാഴ്ചയും, അതേപോലെ തന്നെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ശനിയാഴ്ചകളിലൊക്കെ ആണെങ്കിൽ ഇവരുടെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ വാദി ലജബിലൊക്കെ പോയപ്പോൾ ഉള്ളതുപോലെയുള്ള ഇവിടുത്തെ പുരാതന, പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ട്രൈബൽസ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ അവരുടെ കുറച്ച് പ്രോഗ്രാംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല ഒരു തിരക്കായിരിക്കും. പക്ഷേ വെള്ളിയാഴ്ച വരുമ്പോൾ ട്രാഫിക്, അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല ഒരു ബുദ്ധിമുട്ടുണ്ട്.